നമസ്കാരം. ഞാൻ സുദർശനൻ ജ്യോത്സ്യർ. എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ ഒരു പുതിയ ഫലത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ ഫലം എന്ന് പറഞ്ഞാൽ വ്യാഴം നമുക്കിപ്പോൾ ഈ വരുന്ന 2024 മെയ് മാസം 1-ാം തീയതി 1199 മേടമാസം 18-ാം തീയതി ഈ ഗ്രഹം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പകരുകയാണ്. ഊരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടുന്ന മീനൻ രാശിയുടെ ഫലമാണ് ഇതിന് അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. 12 മറ്റ് 11 കുംഭൻ രാശിയിലുള്ള ഫലങ്ങളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. 6 രാശിയുടെ കന്നിരാശി വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പുതിയത് ഒരു 6 വീഡിയോ കൂടി നമുക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. അപ്പോൾ പലരും അത് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അല്പം കാലതാമസങ്ങൾ ഇടയ്ക്ക് വന്നു. തിരക്ക് കൊണ്ട് ആ വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉടനെ തന്നെ നാളെ മുതൽ അടുത്ത തുലാൻ രാശി മുതലുള്ള വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും മീനൻ രാശിയുടെ ഫലം വരുമ്പോഴത്തേക്ക് ആ മീനൻ രാശിക്ക് വ്യാഴം എങ്ങനെയാണ്, നമുക്ക് 3ാമത്തെ രാശിയിലാണ് വ്യാഴം പോകുന്നത്. അപ്പോൾ 2-ൽ നിന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുന്നു? 2-ൽ നിന്നപ്പോൾ നമുക്ക് 2-ാം ഭാവം ദോഷമല്ല, 3ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അത്ര നല്ലതായിട്ട് പറയുന്നില്ല. പിന്നെ ഇവിടെ അതിനേക്കാളും ഒരു പ്രശ്നമുള്ളത് ഈ കഴിഞ്ഞ ഞാൻ അത് രാഹുവിൻ്റെ മാറ്റത്തെ പറ്റി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ഒക്ടോബർ 30-ാം തീയതി രാഹു നമുക്ക് ജന്മരാശിയിൽ വന്ന് നിൽക്കുകയാണ്. ജന്മരാശി നിൽക്കുന്ന രാഹു 7-ലേക്ക് കേതു. അപ്പോൾ 7-ൽ ജന്മരാശി രാഹു വരുമ്പോൾ 7 കേതു വരിക സ്വാഭാവികമാണ്. അപ്പോൾ ഇത് 2 ദോഷം അത്ര ഗുണകരമായിട്ടുള്ളതല്ല. അപ്പോൾ വ്യാഴൻ്റെ മാറ്റവും നമുക്ക് എന്തെങ്കിലും നല്ല ഫലങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതത്ര പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യാഴനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫലം നമുക്ക് ചെയ്യാൻ കഴിയുമെന്നൊന്ന് ഒളിച്ചു ചോദിച്ചാൽ നമുക്കത്ര ഗുണകരമായിട്ടുള്ളതല്ല എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുക. നമുക്ക് നിലനിൽക്കുന്നതായ സാഹചര്യങ്ങളിൽ കൂടെ കാരണം നിങ്ങൾക്ക് ജന്മത്തിൽ ഈ പറയുന്ന വ്യാഴം പറയുന്ന കണക്ക് ഈ 2ാമത്തെ രാശിയിലാണ് വ്യാഴം സഞ്ചരിച്ചിരുന്നെങ്കിലും ആ വ്യാഴം നമുക്ക് എന്ത് ഫലം ചെയ്തിരുന്നാലും ഫലം ആ രാഹു കൂടി ആ രാശിയിൽ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ആ വ്യാഴം കൂടി അവിടെ വ്യാഴൻ്റെ കൂടെ രാഹു കൂടെ നിന്നതുകൊണ്ട് ആ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ശുഭഫലങ്ങളൊന്നും അനുഭവിക്കാനുള്ള കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ജന്മരാശിയിൽ വരുമ്പോൾ എന്താണ്, പാപയെ ലഗ്നഗതയെ പരാജയം എന്നുള്ളൊരു ഫലമുണ്ട്. കാര്യങ്ങളൊക്കെ പരാജയപ്പെടുക, ദുഃഖങ്ങൾ, ദുഷ്കീർത്തികൾ, സ്ഥാനം ഭ്രംശം, ധനക്ഷയം, അഖില ശരീര അസ്വാസ്ഥ്യ ദുഃഖാരിത, പൊതുവിൽ സാമൂഹികമായിട്ടും അല്ലെങ്കിൽ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുള്ള സുഖക്കുറവുകളൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ വരാനുള്ള യോഗം, വിശേഷിച്ച് നമുക്ക് സ്ഥാനഭ്രംശങ്ങൾ വരാനുള്ള യോഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ ഔദ്യോഗിക രംഗത്തുള്ളവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനമാറ്റങ്ങളൊക്കെ നമുക്ക് വരാം. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊതുവിൽ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കില്ലാതെയൊക്കെ നിൽക്കാം. അങ്ങനെ ചിലവർക്ക് ശാരീരികമായിട്ട് ചില ചികിത്സകളൊക്കെ ചെയ്യേണ്ടതായൊരവസ്ഥ. അപ്പോൾ ഇപ്പോൾ മാറിയിട്ട് ഒക്ടോബറിൽ 30-ാം തീയതി മാറി, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഒരു 6 മാസമായി. ഇനി 1 വർഷം കൂടെ ഈ പറയുന്ന രാഹു അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ 1 വർഷമാണ് നമുക്ക് ഇനിയിപ്പോൾ വ്യാഴവും അതിൽ നിൽക്കുന്നത്. അപ്പോൾ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ, വളരെ ദോഷങ്ങൾ വന്നില്ലെങ്കിലും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കി തീർക്കാനുള്ള സാധ്യതകൾ പൊതുവിൽ കുറവാണെന്ന് തന്നെ പറയണം. അപ്പോൾ രാഹുവിൻ്റെ ജന്മരാശിയിലേക്ക് വരവ് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം വിഷഭയങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. കാലിന് എന്തെങ്കിലും രോഗങ്ങൾ, കാല് മടങ്ങി വീഴുകയോ കാലിനെന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങൾ സംഭവിക്കുക, അസത്യവാദിയെ കപടീജ രാഹു എന്നുള്ളത് കൊണ്ട് അസത്യം പറഞ്ഞ് നമ്മളെ വഞ്ചിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് സംഭവിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലുമായിട്ട് ഇടപെടുമ്പോഴെല്ലാം വളരെ സൂക്ഷിക്കുക. നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് വന്നുകൂടുന്നവരെല്ലാം അന്ധമായി വിശ്വസിക്കാതിരിക്കുക, അതിലൊക്കെ ശ്രദ്ധിച്ചിടപെടുക. നമുക്ക് ദോഷകരമായി വരാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. അപ്പോൾ വ്യാഴൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി കൂടി നമുക്ക് പ്രതികൂല ഭാവത്തിൽ, അനുകൂല ഭാവത്തിലല്ല എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഫലം കൊണ്ട് അങ്ങോട്ട് തട്ടിച്ചു നോക്കുമ്പോഴത്തേക്ക് ശ്രദ്ധാപൂർവ്വം നീങ്ങിക്കൊള്ളുക എന്നുള്ളതാണ്. സഹായിക്കാമെന്ന് പറയുന്ന ചില വ്യക്തികളൊക്കെ അവസാന നിമിഷം നമ്മളെ കൈവിട്ട് പോവുക എന്നുള്ളതുകൊണ്ട് ചിലവർ സഹായിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ സഹായിച്ചാൽ തന്നെ അവർ പിന്നെ ശത്രുവാകുന്ന ഒരവസ്ഥയും ഇതിനകത്ത് വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പോൾ ബന്ധുമിത്രാദികളിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന പോലെ ചില ദോഷഫലങ്ങൾ, മനസ്സിന് സന്തോഷമല്ലാത്ത ചില അനുഭവങ്ങളെല്ലാം അവരിൽ നിന്ന്
നമുക്കുണ്ടാക്കും. ഒരുപക്ഷെ ഭാര്യ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഭാര്യയുമായിട്ടുള്ള ഒരു വാക്ക് തർക്കങ്ങളോ ശത്രുതകളോ വിയോഗ ദുഃഖങ്ങളോ ഒക്കെ അനുഭവിക്കാനുള്ള സാധ്യത ഇതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വിശേഷിച്ചും ഈ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2023 ജനുവരിയിൽ വ്യാഴം 12ാമത്തെ രാശിയിൽ ശനി 12ാമത്തെ രാശിയിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് അത് ഒരു ഏഴര ശനിയുടെ ഒരു ആരംഭമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏഴര ശനി നമുക്ക് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ശനി അങ്ങോട്ടും കൊണ്ട് ചെല്ലുന്തോറും അപ്പോൾ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ഫലം പറയാൻ ചാരവശാൽ ഉള്ള ഫലം പറഞ്ഞു നോക്കിയാൽ അത് നല്ലതായിട്ട് വരുന്നതല്ല. ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് വിവക്ഷിക്കുക? എല്ലാം നിങ്ങൾക്ക് ദോഷമായിട്ട് വന്നതാണല്ലോ, ഇപ്പോൾ നെഗറ്റീവായിട്ടാണല്ലോ ജ്യോത്സ്യരീ പറഞ്ഞ ഒഴികെ എന്ന ഒരു മനോവിഷമം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജാതകമോ ഡേറ്റ് ഓഫ് ബർത്ത് സമയമോ നാളോ പേരോ ഒക്കെ കൂടെ വെച്ചുകൊണ്ട് അതിനൊരു പൊതുവായ നിങ്ങളുടെ ഫലങ്ങൾ, പൊതുവായെന്നല്ല നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഫലത്തെ വിലയിരുത്തേണ്ടതെന്ന് കൂടി ഞാൻ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാനസികമായിട്ടുള്ള ഒരു ഫലം കേൾക്കുമ്പോൾ ആ ഫലം തന്നെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഫലത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോകാതിരിക്കുക. ദൈവികമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധ കൊടുക്കുക. നല്ലവരുമായിട്ടുള്ള സംസർഗം, നല്ല സത്സംഗത്വം നമുക്ക് വേണ്ടതാണ്. അതിൽ കൂടി നമുക്ക് പലരുടെയും നല്ല വാക്കുകളും അപ്പോൾ നമുക്ക് വഴിതെറ്റി പോകാതെ ഉള്ള ഒരു ജീവിത പന്ഥാവ് നമുക്ക് തുടർന്ന് കിട്ടുന്നതിന്, അതങ്ങനെ തുറന്നു വരുന്നതിന് അവർ ചില സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കൂടി അതെല്ലാം ഈശ്വരാനുഗ്രഹവും സത്സംഗത്തും കൊണ്ട് മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. അല്ലാതെ നമ്മളെ വെട്ടിവഴിച്ചത് ആ വഴിയെ തന്നെ നമ്മളങ്ങ് പോകാൻ, അതായത് നമുക്ക് ഒരു വഴി ഇങ്ങനെ കാണിച്ചു തന്നാൽ അതുവഴി പോകണമെന്നുള്ള അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് പോകണമെങ്കിൽ ആ മനസ്സ് ആ കാലത്ത് ആ ബുദ്ധിപൂർവം അവിടെ ആ ബുദ്ധി ഉദിക്കണമെങ്കിൽ ദൈവീകമായ ചിന്തകളിൽ കൂടി കടന്നു പോകണം എന്നുള്ളതാണ്. കാലം നമ്മെ വഴിതെറ്റിക്കും കൊണ്ടുപോയി, ഒരുപാട് വഴിതെറ്റിച്ച് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സർപ്പപ്രീതിയും അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാബ്ധിയെ. ജന്മത്തിൽ രാഹു, ഇപ്പോൾ വ്യാഴൻ്റെ ഫലം പറയാൻ വന്ന ജ്യോത്സ്യർ ജന്മത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഫലം നേരത്തെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയാം. 12 ശനിയുടെ ഫലം നേരത്തെ പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കാം. പക്ഷേ ഇവിടെ വ്യാഴൻ്റെ ഫലം നിങ്ങൾക്ക് ശരിക്കും അറിയണമെങ്കിൽ ഇതിൻ്റെ ഫലം അറിഞ്ഞു വെച്ചാൽ മാത്രമേ വ്യാഴൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ വിഷത്തിൽ കൊണ്ട് കുറച്ച് വെള്ളം ചേർത്തെന്ന് വിചാരിച്ച് വിഷത്തിൻ്റെ ഫലം നമുക്കില്ലാതെ പോകത്തില്ല. അതുകൊണ്ടാണ് ഞാനത് കുറച്ച് മാറ്റം വരുമെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ വ്യാഴൻ്റെ ഗുണങ്ങൾ, ആ വ്യാഴൻ്റെ ഗുണമല്ലല്ലോ നമുക്കവിടെ വ്യാഴം 3 നിന്ന ദോഷമല്ലേ വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് ശുഭഫലം കിട്ടുന്നില്ല എന്നുള്ള ചാരഫലം പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ ജാതക ഫലങ്ങളിലൂടെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. വേണ്ടതെന്ന് നേരത്തെ പറഞ്ഞ കണക്ക് സർപ്പപ്രീതം അവശ്യം ചെയ്യേണ്ടതാണ്. മണ്ണാർശാല ക്ഷേത്ര ദർശനം, വെട്ടിക്കോട്ട്, അനന്തരംകട മുതലായിരിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാം. അതുപോലെ തന്നെ ശനീശ്വര പൂജ മുതലായിരിക്കുന്ന കാര്യങ്ങളും, ശാസ്താവിന് ശബരിമല ദർശനം മുതലായിരിക്കുന്ന ശാസ്താ പൂജകളും കാര്യങ്ങളൊക്കെ തുടർന്ന് ചെയ്യുക. നമുക്ക് 7 ശനി സംബന്ധിച്ച് നോക്കുമ്പോൾ ശാസ്താവിന് 5 പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. നമുക്ക് നെയ്പായസം, നെയ്വിളക്ക്, നീരാഞ്ജനം മുതലായ കാര്യങ്ങൾ ചെയ്യാം. ശനിക്ക് അഷ്ടോത്തര ശതനാമാവലി, ശാസ്താവിൻ്റെ അഷ്ടോത്തര ശതനാമാവലിയൊക്കെ ചെയ്യാം. പിന്നെ അടുത്തുള്ള ശാസ്താക്ഷേത്രങ്ങൾ ശനിയാഴ്ച ദിവസം അതിരാവിലെ ശനിയുടെ കാലഹോര സമയം തന്നെ ആ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താവുന്നതാണ്. വ്യാഴൻ്റെ ദിവസം വ്യാഴൻ്റെ 3 നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത്. വിഷ്ണു ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുവിനെയൊക്കെ ഭജിക്കാം. അപ്പോൾ ഇങ്ങനെ 2-3 ദേവതകളായി നമുക്കുള്ള ജോലിക്ക് പോകണം, അതിന് പോകണം, ഇതിന് വേണം, തിരക്ക് പിടിച്ച് ജീവിതത്തിനിടെ ഇതെല്ലാം കൂടെ എങ്ങനെ ചെയ്യും ജ്യോത്സ്യർ എന്നൊക്കെ ചോദിച്ചാൽ ഇതിനൊന്നും നിങ്ങൾ പോകണമെന്നില്ല. നിങ്ങൾ നല്ല മനസ്സത്തോടു കൂടി നിങ്ങൾ വീട്ടിൽ തന്നെ നല്ല ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു വിളക്ക് തെളിപ്പിച്ച് വെച്ച്, അതെല്ലാം വിളക്ക് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നല്ല ഈശ്വര പ്രാർത്ഥന ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ആ മനസ്സിന് നിങ്ങളുടെ തെളിമയോടുകൂടിയുള്ള ആ മനസ്സിൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. പത്രം പുഷ്പം ഫലം തോയം ഏമേ ഭക്ത്യാ പ്രയച്ഛതി എന്ന് ഗീതയിൽ പറയുന്നത് നിങ്ങൾ അനുസന്ധാനം ചെയ്യുക എന്നാണ് പറഞ്ഞത്. പത്രം പുഷ്പം ഫലം തോയം എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഒരുപാട് വഴിപാടുകളൊന്നും എനിക്കുണ്ടാക്കി തരാൻ ഭഗവാൻ പറയുന്നില്ല. നിങ്ങൾ ഒരു താമരയിതള വയ്ക്കൂ, അതല്ലെങ്കിൽ ഒരു തുളസീതളം നൽകൂ, ഇല്ലെന്നുള്ള ഒത്തിരി തീർത്ഥം ഒഴിക്കൂ, ഇല്ലെങ്കിൽ അല്പം ഒരു കദളിപ്പഴം ഒരെണ്ണം നിങ്ങൾ നേദിക്കൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്താലും ഞാൻ സന്തോഷിക്കും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അതിൽ കൂടെ നിങ്ങളുടെ മനസ്സ്
ശുദ്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം ചെയ്ത് എന്നെ നമിച്ചാൽ മതി, നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം. ഇനി ഇതും കൊടുക്കാൻ നിവർത്തിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന സഫലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് സാമ്പത്തികവും സാഹചര്യവും അനുകൂലമുള്ളവർ ക്ഷേത്രദർശനം പ്രാർത്ഥനകൾ നടത്തിക്കൊള്ളൂ. ഇനി അതല്ല, മനസ്സിന് കുറച്ചുകൂടെ ഉറപ്പും ഏകദൈവ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥന നല്ല സൈലൻ്റായ ഒരു സ്ഥലത്ത് വളരെ ഏകാഗ്രതയോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളിൽ തന്നെ ഇരിക്കുന്ന ഈശ്വരീയ ശക്തിയെ ഉണർത്തി കൊണ്ടുവന്നാൽ ഈ കാലദോഷങ്ങളൊന്നും വലുതായിട്ട് ഏക്കില്ല. അഥവാ കാലദോഷം വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താലും അത് അതിൻ്റെ പാട്ടിന് പോയിക്കൊള്ളും. ഓക്കെ, നിങ്ങൾക്ക് മീനൻ രാശിക്കാർക്കും ഈ ഫലങ്ങളൊക്കെ ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ ഫലങ്ങൾ പറഞ്ഞു. നിങ്ങളിതെല്ലാം യോജിക്കുന്ന നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടുന്നത് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അയയ്ക്കുക. ഒരു പ്രത്യേകം ഫീസ് ഉണ്ടായിരിക്കും. അതിന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ശരി, ഓക്കെ, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മീനൻ രാശിയുടെ ഫലത്തിൽ നിന്ന് കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.